പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു പോണ്ട് പർച്ചേസിനാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ പോണ്ട് പർച്ചേസിനെ കുറിച്ച് തുടങ്ങിയായിരുന്നു. പക്ഷേ ചില കാലാവസ്ഥ പ്രശ്നങ്ങൾ മൂലം ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. വീണ്ടും ഞങ്ങൾ ആന്ധ്രയിൽ വന്നിരിക്കുകയാണ്. ആന്ധ്രയിലെ ചിറാല എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്, പോണ്ട് പർച്ചേസിന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടൈഗർ പ്രോൺസ് എടുക്കാനാണ് വന്നിരിക്കുന്നത്. അതെ, ഈ ആന്ധ്രയിലാണല്ലോ നമ്മൾ. ആന്ധ്ര ഇവിടുത്തെ മെറ്റീരിയൽ എല്ലാം സാൾട്ട് വാട്ടറാണ് മാക്സിമം സാൾട്ട് വാട്ടർ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ ചരക്കെടുത്ത് ഈൽഡ് കിട്ടും. നമ്മളിപ്പോൾ പോണ്ടിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പോണ്ട് വന്നു. റൊട്ടേറ്ററുകൾ, അതായത് ഇതിൻ്റെ റൊട്ടേറ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതാണ് പിന്നെ ഈ കാണുന്നതാണ് റൊട്ടേറ്റർ. കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതിൻ്റെ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണോ? അത് കറങ്ങുമ്പോൾ വെള്ളത്തിൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഈ പോണ്ട് പിടിത്തം തുടങ്ങിയത് കൊണ്ട് അവർ റൊട്ടേറ്റർ അഴിച്ചു മാറ്റാം. ഏരിയേഷൻ കിട്ടാൻ വേണ്ടി അവർ ഇത് ഈ വെള്ളം പോകാൻ വേണ്ടിയുള്ള ഇത് ചെയ്യുകയാണ്. അവർ വെള്ളം പോകാൻ വേണ്ടി തുറന്നു വിടുന്നു. ഇതിൽ നിന്ന് അടച്ചിരിക്കുകയാണ് വെള്ളം. ഇത് തുറന്നു വിടുമ്പം വല വെച്ചിരിക്കുന്നുണ്ട്. വല വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് പിന്നെ ഇതിലുള്ള ഈ വെള്ളം പോകുമ്പോഴും ഇതിനകത്തുള്ള ചെമ്മീൻ പുറത്ത് പോകാണ്ടിരിക്കാൻ. പിന്നെ ഇതാണ് ഔട്ട്. വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് ഔട്ട് വെള്ളം പോകുന്നു. അപ്പം സാധാരണ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വല കിട്ടിയിട്ടുണ്ടോ? ഒരു വല കിട്ടിയിട്ടുണ്ട്. എനിവേ എന്തെങ്കിലും ചെമ്മീൻ ഇതിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ആ വലയ്ക്കകത്ത് കിടക്കും, വലയിൽ കിടക്കും. അപ്പോൾ ചില ഇടങ്ങളിൽ പിടിക്കുന്നത് ഇത് ഈ വല വെക്കാണ്ട്, അതായത് ഇതിൻ്റെ ചുറ്റും വല വെക്കാണ്ട് അവിടെ വെള്ളം തുറന്ന് വിടുകയും ചെമ്മീനും വെള്ളവും കൂടെ ഒരുമിച്ച് വന്ന് ഈ വലയിൽ കെട്ടിക്കിടക്കും. എന്നിട്ട് അത് അഴിച്ച് കുറച്ചെടുക്കും ഈ വരുന്നതനുസരിച്ച്. അങ്ങനെ പിടിക്കുന്ന രീതിയുണ്ട്. പിന്നെ വേറൊരു മെത്തേഡുണ്ട്. അതെന്ന് പറഞ്ഞാൽ വല അടിച്ചു പിടിക്കും. വലതായിരിക്കുന്നുണ്ട്. വല അവർ ശരിയാക്കുകയാണ്. ഈ വല നമ്മൾ ഈ സാധാരണ വല വെച്ച് പിടിക്കുന്നതിനൊക്കെ അവർ ചുറ്റും കൊണ്ടുപോയി അത് വല വെച്ച് പിടിക്കും. വളർത്ത ചെമ്മീൻ രണ്ടു തരം ചെമ്മീനാ, ഒന്ന് വനാമി, ഒന്ന് ടൈഗറും. ഈ വനാമി എന്ന് പറഞ്ഞ സാധനം ഈ തൂമ്പിൽ കൂടെ കിട്ടത്തില്ല, അതിരിക്കും. തൂമ്പെന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടേക്കുന്ന വലക്കാണ് തൂമ്പെന്ന് പറയുന്നത്. തൂമ്പിൽ കൂടെ കിട്ടാൻ അതിരിക്കുക. അന്നാണ് ഈ വലക്കാര് വന്നത്. ഈ ടൈഗർ സാധാരണ ചെയ്യുന്നത് തൂമ്പിൽ കൂടെ പിടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എളുപ്പ വഴിക്ക് തൂമ്പിൽ കൂടെ ഇറങ്ങാത്തത് കൊണ്ട് എളുപ്പ വഴിക്ക് അതിനും വലയായി, എത്രയും പെട്ടെന്ന് പിടിച്ചു തീർക്കാൻ വേണ്ടി. ഇത് വനാമിക്കാണ് ഈ വല അത്യാവശ്യം, വല വലിച്ചു പിടിക്കുന്നത്. വനാമി ഇത് വെള്ളം തുറന്നിട്ട് അതിലൂടെ പുറത്ത് വരത്തില്ല, പാടാണ്. വനാമി ഇരിക്കും. ഒരു 5 ടൺ മെറ്റീരിയൽ ഉള്ള ചരക്കിനകത്ത് നമ്മൾ തൂമ്പി കൂടെ പിടിക്കുവാണെങ്കിൽ 2 ടണ്ണും ഇരിക്കും. താഴ്ന്നിരിക്കും, വെള്ളത്തിലൂടെ കൂടെ വരത്തില്ല, അതേ സ്ഥലത്ത് വരത്തില്ല. 2 ടണ്ണും അവിടെ അതങ്ങ് ഇരിക്കും. ടൈഗർ ആണെങ്കിൽ വെള്ളത്തിലൂടെ ഒഴുകി പുറത്ത് 1 കിലോ ഇല്ലാതെ കംപ്ലീറ്റ് തൂമ്പി കൂടെ വരും. നമ്മളത് ആ ഏരിയേറ്റർ മാറ്റി വയ്ക്കുകയാണ്. ഏരിയേറ്റർ എന്നാണ് ഇതിന് പറയുന്നത്, റൊട്ടേറ്റർ അല്ല. റൊട്ടേറ്റർ എന്ന് നമ്മൾ ചില ഇടങ്ങളിൽ റൊട്ടേറ്റർ എന്ന് പറയും, ചില ഇടങ്ങളിൽ ഇതിന് ഏരിയേറ്റർ എന്ന് പറയും. ഏരിയേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഓക്സിജൻ മിക്സ് ആകുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഏരിയേഷൻ എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയാണ് റൊട്ടേറ്റർ വെച്ചിരിക്കുന്നത്. ഇതാണ് വെള്ളം പോയി തുടങ്ങി, പോണ്ടിലേക്ക് വെള്ളം പോയി തുടങ്ങി. അടുത്ത ഈ പോണ്ടും ഉണ്ട്, ഈ പോണ്ടും പിടിക്കുന്നുണ്ട്. ഈ വെള്ളം ഇവിടുന്ന് ഒഴുകി ഇതങ്ങ് അപ്പുറത്തൊരു തോടുണ്ട്, തോട്ടിലോട്ട് പോകും. തോട്ടിലോട്ട് ഒഴുകി പോകുന്ന ഭാഗമാണ് വെള്ളം. ഒരു വല വെച്ച് തുടങ്ങി. ഇവിടുന്ന് ഇങ്ങനെ വല നീട്ടിയിട്ട് ആ വല വലിച്ച് അപ്പുറ സൈഡിലോട്ട്, അക്കരയിലോട്ട് പോകും, ആ സൈഡിലോട്ട് പോകും. വെള്ളം തുറന്നിട്ട് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പോകുന്ന ഇതിലൂടെ ഉണ്ട്, വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുറയുന്നതിൻ്റെ കൂടെ തന്നെ അവർ വലയടിച്ച് വല നീട്ടി വല വെച്ച് വലിച്ച് അപ്പോൾ അക്കരയിലോട്ട് പോയി ആ വലയ്ക്കകത്ത് വരുന്നത് ആദ്യം ഫസ്റ്റ് വരും. ഇത് വെള്ളം തുറന്നിട്ടപ്പോൾ അതിൽ വന്ന് ആ ഫസ്റ്റ് വന്ന സാധനങ്ങളാണ്. അപ്പോൾ കുറേ നാൾ, അതായത് ഏകദേശം 3-4 മാസം ഇത് അടച്ചിട്ടിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം വന്ന വേസ്റ്റ് അവർ അത് ക്ലിയർ ചെയ്ത് ചെമ്മീനുണ്ട്. അതിൻ്റെ ക്വാളിറ്റി അത് നോക്കുക, ക്വാളിറ്റി നോക്കുക. അതുകൊണ്ട് അത് ഈ സൈഡിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്തുള്ള ചെമ്മീനെ അവരങ്ങോട്ട് വെള്ളത്തിലോട്ടാക്കിയിട്ട് വല നീട്ടാനുള്ള വല അവർ സെറ്റ് ചെയ്യുകയാണ്. വല ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ വല വെച്ച് നീട്ടി
വല വലിച്ച് അപ്പുറത്തോട്ട് പോവുകയാണ്. ഇവർ പോകുമ്പോൾ കണ്ടില്ല, അടിയിൽ യഥാർത്ഥത്തിൽ വല ചവിട്ടി നിർത്തിയിരിക്കുകയാണ്. ചവിട്ടി കൂടെ ഒരു അടിയിലുള്ള വലയുടെ വശം അവരുടെ കാലിനകത്തുണ്ട്. ആ വലയുടെ അടിവശം അവരുടെ കാലിനകത്തുണ്ട്. അപ്പം അല്ലെങ്കിൽ വലിച്ചിട്ട് പോകുമ്പോൾ സാധാരണ ഇത് പുറത്ത് പോകേണ്ടതാണ്. പക്ഷെ അവരുടെ കാലിൽ നിൽപ്പുണ്ട് അടിവശം. ഇവിടെ ഏരിയേറ്റർ ഉണ്ടല്ലോ, ആ ഏരിയേറ്റർ ഇതിൽ ഇവിടെ ഇതിൻ്റെ ഏരിയേഷന് വേണ്ടി, അതായത് ഓക്സിജന് വേണ്ടി ഈ പോണ്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ പിടിക്കുന്നതിൻ്റെ മുൻപായിട്ട് ഇത് അവരടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ് ഏരിയേറ്റർ. ഏകദേശം വല പാതി ഭാഗത്തെത്തി, പാതിയായി, പാതിയിലോട്ടെത്തി. ചെമ്മീനൊക്കെ ചാടുന്നതുണ്ടോ? 2 തരം ചെമ്മീനുകളാണ് സാധാരണ ഈ കൾച്ചർ ചെയ്യുന്നത്. ഒന്ന് ടൈഗർ ചെമ്മീൻ എന്ന് പറയും, 2 വനാമി ചെമ്മീൻ. ഇതിപ്പോൾ നമ്മൾ ടൈഗർ ചെമ്മീനാണ്. ഇവർ പറയുന്നത് ഇത് 20 കൗണ്ട് എന്നാണ്. അപ്പോൾ 20 കൗണ്ട് ചെമ്മീൻ പർച്ചേസിനാണ് വന്നത്. നമ്മൾ 10 കൗണ്ട് വരെയുള്ള ചെമ്മീനൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 9 കൗണ്ട് 10 കൗണ്ട് ചെമ്മീനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 10 കൗണ്ടിന് ഇപ്പോഴത്തെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200, 1100, 1200 ഇപ്പോഴത്തെ റേഞ്ച്, 10 കൗണ്ടിൻ്റെ റേഞ്ച്. ഇപ്പം വനാമിക്ക് പക്ഷേ വനാമി ചെമ്മീൻ അതിന് ഇത്രയും വളർത്തില്ല. അവരൊരു മാക്സിമം 30 കൗണ്ട് വരെയൊക്കെ വനാമി ചെമ്മീൻ വളർത്തത്തുള്ളൂ. അതേസമയം ഈ ടൈഗർ ചെമ്മീൻ അങ്ങനെയല്ല, ഈ 30-ന് മുകളിലോട്ടാണ്. 35, 30, 25, 20, 15, 10 ഇങ്ങനെയുള്ള കൗണ്ടിലേക്ക് വരെ കൊണ്ടുവരും. അപ്പോൾ അവർക്കാണെങ്കിൽ ഇതിനൊക്കെ ഈ പോണ്ടുണ്ട്. ഈ പോണ്ടിലാണെങ്കിൽ അവർ ഏകദേശം ടൈഗർ ചെമ്മീനാണെങ്കിൽ അവർക്കൊരു 1.5 മുതൽ 2.5 ടൺ വരെയൊക്കെ ഈ ഇത്രയുള്ളൊരു പോണ്ടിൽ, ഇതിപ്പോൾ ഏകദേശം 2.5 ഏക്കർ കാണും. ഈ പോണ്ടിനകത്ത് അത്രയും വരത്തുള്ളൂ. പക്ഷേ അതേസമയം ഈ പോണ്ടിൽ ഇപ്പം വനാമിയാണ് ഇട്ടതെങ്കിൽ ഇത്രയും ഒരു വലിയ പോണ്ട് പിടിക്കുമ്പോൾ ഒരു 5, 5.5, 6 ടൺ വരെ മെറ്റീരിയൽ ഈ ഒരു പോണ്ടിനകത്ത് ഇടാൻ നോക്കും. ഇത്തിരി കൂടെ ഞെരുങ്ങി കിടന്നാലും കുഴപ്പമില്ലാത്തൊരു ഐറ്റമാണ് ഈ വനാമി. ടൈഗർ അങ്ങനെയല്ല, ഞെരുക്കിയിടാനൊക്കെ ഇല്ല. അതുമാത്രമല്ല ടൈഗർ ഓടി നിൽക്കും, ഓടി നിൽക്കും. വനാമി അങ്ങനെയല്ല, ഓരോ സ്പോട്ടിൽ നിൽക്കും, കൂടുതൽ ഓടുകയില്ല. ഓരോ സ്പോട്ടിൽ ഭക്ഷണം കഴിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് കൂടുതൽ സ്പേസ് വേണ്ട. ഇതങ്ങനെയല്ല, ടൈഗർ ഓടി നിൽക്കണം, അതിന് ഓടാനുള്ള സൗകര്യം വേണം. അതാണ് നമ്മൾ പിടിക്കുമ്പം തന്നെ ഈ തൂപ്പ് വഴി, അതായത് തുറന്നു വിട്ട് പിടിക്കുന്നു പറഞ്ഞില്ലേ, അപ്പോൾ അത് പിടിക്കാൻ നോക്കുന്നതിൻ്റെ കാരണം എങ്ങനെയാണ്? ഓടി നിൽക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് അവൻ ഓടിപ്പോയിക്കൊള്ളൂ. എന്നാൽ വനാമി അങ്ങനെയല്ല, വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് പോവുകയില്ല. എത്ര വെള്ളം ഒഴുക്കുണ്ടെങ്കിലും അവൻ ആ നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ അവൻ നിൽക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ തുറന്ന് വിട്ട് പിടിക്കാനായിട്ടൊക്കെ ഇതിപ്പോൾ ഈ വലയടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ മെത്തേഡിൽ മാത്രമേ വനാമി പിടിക്കാൻ ഒക്കുകയുള്ളൂ. പക്ഷെ ടൈഗർ അങ്ങനെയല്ല, ഇങ്ങനെയും പിടിക്കാം, തുറന്നു വിട്ടും പിടിക്കാം, 2 രീതിയിലും പിടിക്കാം. തമിഴ്നാട്, ആന്ധ്ര തീരദേശ മേഖലകളുടെ മുഖച്ഛായ മാറ്റിയ ഒരു സംരംഭമാണിത്, ഈ അക്വാകൾച്ചർ, ചെമ്മീൻ വളർത്തൽ. അത് വളരെ ദാരിദ്ര്യത്തിൽ കിടന്നൊരു ജനവിഭാഗം നല്ല സാമ്പത്തിക മെച്ചത്തിലോട്ട് വന്നു. ഞാൻ ആദ്യകാലങ്ങളിലേക്ക് ഇവിടെ വരുമ്പോൾ, അതായത് ഒരു 15-20 വർഷം മുമ്പെല്ലാം ഞാൻ കൾച്ചറിന് വന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ കാണുന്നത് ഇവരുടെ മുതലാളിമാർ കാളവണ്ടിയിലൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവരതൊക്കെ മാറിയിട്ട് ട്രാക്ടറിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവർ വരുന്നത് കാറിലാണ് വരുന്നത്. അത്രയ്ക്ക് സാമ്പത്തികമായിട്ടൊരു മെച്ചപ്പെട്ടു. കാറെന്ന് പറഞ്ഞാൽ ഇവിടെ മക്കളെല്ലാം ഹൈ ലെവലിലാണ് പഠിക്കുന്നത്. നല്ല നല്ല സ്കൂളുകളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഉള്ള പല മുതലാളിമാരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് പഠിച്ചു വന്ന വ്യക്തികളാണ്. പക്ഷേ അവിടെ അപ്പന്മാരെല്ലാം അവരുടെ കാലം കഴിഞ്ഞ് മക്കളുടെ കയ്യിലോട്ട് ബിസിനസ് വന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തികളാണ് എല്ലാവരും. വല എടുക്കുന്നതനുസരിച്ച് ചെമ്മീൻ ചാടുന്നതുണ്ട്. അപ്പോൾ അത്രത്തോളം ഉണ്ടായി. ഞാൻ ചില സ്ഥലങ്ങളിൽ ബെൻസിൽ BMW വരെ ഇതിൻ്റെ ഓണേഴ്സ് പോണ്ടിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ അവരുടെ ജീവിത നിലവാരം മാറി. ഏകദേശം ഇത് ആദ്യകാലങ്ങളിൽ തൂത്തുക്കുടി ബേസ് ചെയ്തായിരുന്നു ഇതിൻ്റെ കൾച്ചർ. തൂത്തുക്കുടി മേഖലയിലെ കൾച്ചറെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോയി, വളരെ ചുരുങ്ങിയതേ ഉള്ളൂ. എന്നാൽ നാഗപട്ടണം, വേളാങ്കണ്ണിയുടെ സറൗണ്ടിങ്, പിന്നെ ചെന്നൈയിൽ പൊന്നേരി എന്ന് പറയുന്നൊരു സറൗണ്ടിങ് ഉണ്ട്. ആ സറൗണ്ടിങ്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെല്ലൂർ, അവിടെ മുതല പൊന്നേരി മുതൽ ഇങ്ങ് നെല്ലൂർ, ഓങ്കോള്, പിന്നെ ഈ ചിറാല, ഭീമാപുരമാണ് വനാമി കൾച്ചറിങ്ങിൻ്റെ മെയിൻ ഏരിയ. വനാമി കൾച്ചറിങ് അത് കണക്കിന് മീൻ വളർത്തുന്നുണ്ട്. നമ്മൾ മീനിൻ്റെ പർച്ചേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മീനെക്കുറിച്ച് പറയാഞ്ഞത്. കട്ല, റോഹു, മൃഗാല, പിന്നെ ഇങ്ങനെയുള്ള ഇത് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പൂമീൻ എന്ന് പറയുന്ന മീനുണ്ട്. കാളാഞ്ചി കൃഷി ഭയങ്കരമായ ഒരു കൃഷിയാണ്.
കാളാഞ്ചി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനൊക്കെയുള്ള കുളം പോരാ, അതിന് വലിയ കുളം വേണം. ഒരു 10 ഏക്കർക്ക് വേണം ഒരു കുളം കാളാഞ്ചി ഇടണമെങ്കിൽ. അത് വലിയ കടൽ പോലെ കിടക്കും കാളാഞ്ചി കൃഷി. അപ്പോൾ കാളാഞ്ചി അത് ഒരു മീൻ 2.5 കിലോ 3 കിലോ 5 കിലോ 7 കിലോ വരെയൊക്കെ ആ ഒരു മീൻ വളരും. ഒരു വർഷമൊക്കെയാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാളാഞ്ചി ഞാൻ പോയി ഞങ്ങൾ എടുത്തിട്ടുണ്ട് കാളാഞ്ചി. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം അത് അതിന് കൊടുക്കുന്ന തീറ്റയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ ചെമ്മീനുകൾക്ക് കൊടുക്കുന്ന തീറ്റയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കി വരുന്ന തീറ്റകളാണ്. ഏകദേശം ആവറേജ് 100 കിലോയോളം വരും. പക്ഷേ കാളാഞ്ചി പോലുള്ളത് ഇതേ കണക്കുള്ള തീറ്റകൾ എടുക്കുകയില്ല. അതിന് ജീവനുള്ള മീൻ തന്നെയാണ് അത് കഴിക്കുന്നത്. കാളാഞ്ചി എന്ന് പറഞ്ഞാൽ ചില ഏരിയയിൽ അതിന് സീബാസ് എന്ന് പറയും. സീബാസ് എന്നാണ് ഇംഗ്ലീഷിലെ പേര്. കാളാഞ്ചി കൊല്ലം ഭാഗങ്ങളിൽ അതിന് വരിക്കത്തി എന്ന് പറയും. ആ മീനാണ് ഈ കാളാഞ്ചി മീൻ. അപ്പോൾ അതിൻ്റെ കൾച്ചറിങ് ഉണ്ട്. അതിൻ്റെ ഈ ഭക്ഷണം എന്ന് പറയുന്നത് ജീവനുള്ള മീൻ തന്നെയാണ്. അപ്പോൾ അവർ അതിന് വേണ്ടി ഇപ്പോൾ കാളാഞ്ചി വളർത്തുന്നവർ അതിന് വേണ്ടി വേറൊരു കുളത്തിൽ തിലോപ്പിയ വളർത്തും. തിലോപ്പിയ വളർത്തിയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് ഇതിൻ്റെ കുളത്തിലേക്ക് ഇട്ട് കൊടുക്കും, കാളാഞ്ചി കുളത്തിലേക്ക് ഇട്ട് കൊടുക്കും. ആ തിലോപ്പിയ കുഞ്ഞുങ്ങളാണ് ഈ ഇവരുടെ ഭക്ഷണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കൃഷിയുണ്ട്, കാളാഞ്ചി കൃഷി. നമ്മളിനി എന്തെങ്കിലും കാളാഞ്ചി എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. കാളാഞ്ചി പിടിക്കുന്നതും കാളാഞ്ചിയുടെ ഇതും അടുത്തത് നമുക്ക് ഇന്ന് ഒരു വീഡിയോ നമുക്കത് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കണക്കിന് വനാമി പിടിക്കുന്നത് നമുക്ക് എടുക്കാം. വനാമി പർച്ചേസ് ഇതിപ്പം ടൈഗർ പർച്ചേസാണ്. അവർ ഏകദേശം കരയ്ക്ക് എത്താറായി, വലയിങ്ങി എത്താറായി. കണ്ടോ, ആ ഫ്രണ്ടിൽ നടന്നു വരുന്നവർ ആ വല ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു ചവിട്ടി കൊണ്ടുവരികയാണ് അതിൻ്റെ അടിവശം. ആ ബാക്കി വരുന്നവർ വല പൊക്കി പിടിച്ചിരിക്കുന്നത് കണ്ടോ, വല പൊക്കി പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ മെറ്റീരിയൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീൻ ഇതിൻ്റെ വലയ്ക്കകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് വരുമ്പോൾ അവർ അടിവശവും മുകൾവശവും ഒരുമിച്ച് അടുപ്പിച്ച് പിടിക്കും. ഇവിടുത്തെ ഏജൻ്റാണ് ഷേഖിൻ്റെ മകൻ അഫ്സർ. ഇവരാണ് ഇവിടുത്തെ ഏജൻറ്റ്. ഞങ്ങളുടെ കമ്പനിയുടെ ഏജൻ്റാണ് കൃഷ്ണകുമാർ. ഇവിടെ ഞങ്ങൾ പർച്ചേസ് ഇവരാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. എന്തൊക്കെ മെറ്റീരിയലാണ് വേണ്ടത് നമ്മൾ ഇവിടേക്ക് വിളിച്ച് പറയും. ഇവരാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളെ അറിയിക്കും. ഈ കൗണ്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള കൗണ്ട് ഇവരോട് പറയും. അതനുസരിച്ച് ഇവർ മെറ്റീരിയൽ അറേഞ്ച് ചെയ്യും. അടുത്തെത്തി നമ്മൾ ആന്ധ്രയിലാണ്, പക്ഷെ ഇവർ തമിഴരാണ്. ചെന്നൈ ബേസായുള്ള തമിഴരാണ് ഈ നമ്മുടെ ഏജൻറ്റുമാർ. പക്ഷെ അവർക്ക് തെലുങ്ക് അറിയാം. അവർ ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്നത് കൊണ്ട് എല്ലാവരുമായിട്ട് നല്ല ഇതാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ഏത് ഭാഗത്താണെന്ന് ഇവർക്കറിയാം. അവർ നമുക്ക് അത് എത്തിച്ചു തരും. യഥാർത്ഥത്തിൽ നേരത്തെ പിടിച്ചൊരു പോണ്ടാണ്. ഇവിടുന്ന് നേരത്തെ ഈ പോണ്ടിൽ നിന്നുള്ളത് പിടിച്ചിട്ടുണ്ട്. അത് മറ്റ് പോണ്ടുകളിലേക്ക് വെള്ളം തുറന്നു വിട്ടപ്പോൾ ഇത് താഴ്ന്നു കിടക്കുന്നത് കൊണ്ട് ആ വെള്ളം മറ്റ് പോണ്ട് തുറന്നു വിട്ട വെള്ളം ഇതിലോട്ട് കയറുകയാണ്. കയറിച്ച മറ്റു പോട്ടിൽ വെള്ളം നല്ല ഹൈറ്റിലാണല്ലോ. അപ്പോൾ ആ വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരികയാണ്. ഇത് തിരിച്ചിറങ്ങിപ്പോവും. അതിലെ വെള്ളം കുറയുന്നതനുസരിച്ച് ഈ വെള്ളം തിരിച്ചിറങ്ങിപ്പോവും. അപ്പോൾ ഈ പോണ്ടിലോട്ട് ആ വെള്ളം ഒഴുകി വരികയാണ്. ഇത് കാലിപ്പോണ്ടാണ്, നേരത്തെ പിടിച്ച പോണ്ടാണ്. ഇവിടെ എത്തി അവർ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചവർ ഈ കരക്കെത്തി. ഇനി മുകളിലുള്ളവർ ഇങ്ങോട്ട് വരണം. കണ്ടോ, ഒരു വല പൊക്കി മുകളിലുള്ളവർ വരികയാണ്. അവർ ഈ വശം പിടിച്ച് പൊക്കി ഇങ്ങോട്ട് ഇവർ ചവിട്ടി പിടിച്ച് കൊണ്ടുവന്നില്ലേ, അത് പൊക്കിയെടുത്തു. ചവിട്ടി പിടിച്ച് കൊണ്ടുവന്നവർ പൊക്കിയെടുത്തു. അപ്പോൾ ഒരു സഞ്ചി പോലെ ആയിപ്പോൾ വല. സഞ്ചിക്കകത്ത് ചെമ്മീനായി. അവർ പറയുന്നത് ഏകദേശം 1.5 ടൺ ഈ ഒറ്റ വലയ്ക്കകത്തുണ്ടെന്നാണ് അവർ പറയുന്നത്. 1.5 ടൺ ചെമ്മീൻ ഈ വലയ്ക്കകത്തുണ്ടെന്നാണ്. ഒരു ടണ്ണെങ്കിലും എങ്ങനെയാലും കാണും. അവർ ഒരു ചെമ്മീൻ പോലും പുറത്തു പോയിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചേർത്ത് കണ്ടോ, കരയോട് ചേർത്ത് വല കൊണ്ട് പിടിക്കുകയാണ്. അപ്പോൾ ഒരു ചെമ്മീൻ പോലും പുറത്തു പോകാതെ എല്ലാം വലയ്ക്കുള്ളിലോട്ട് കയറും. ഈ ഒരു സ്റ്റമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടിട്ടേക്കുന്നത് ഭാഗത്തോട്ട് പോയി തീറ്റ കൊടുക്കാനും. പിന്നെ ഇതിൻ്റെ അവർ നെറ്റ് കിടക്കുന്നുണ്ട്. ആ നെറ്റ് ഇവർ തീറ്റ ഇട്ടിട്ട് വെള്ളത്തിലോട്ട് താഴ്ത്തി വെക്കുമ്പോൾ ഇതിലോട്ട് തീറ്റ കഴിക്കാനായിട്ട് ചെമ്മീൻ ഓടിക്കയറും. അപ്പോൾ ഇത് പൊക്കിയെടുക്കുമ്പം ഇതിൻ്റെ വളർച്ച അറിയാൻ വേണ്ടിയാണ്. ചെമ്മീൻ എത്രത്തോളം വളർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ കൾച്ചറിങ് സമയത്ത് ഇതിൻ്റെ വളർച്ച നോക്കുമല്ലോ. ഓരോ 10 ദിവസം കഴിയുമ്പോഴും ഇവരിതിൻ്റെ വളർച്ച ചെക്ക് ചെയ്യും. അപ്പോൾ ആ നെറ്റാണ് താഴ്ത്തി വെക്കുന്നത്. തീറ്റ ഇട്ടിട്ട് താഴ്ത്തി വെക്കുമ്പോൾ അതിലോട്ട് ചെമ്മീൻ ഓടിക്കയറും. അത് പിടിച്ചിട്ട് അതവർ പിന്നെ തൂക്കി നോക്കും. ഒരു ടൈമിൽ ഒരു 10 കിലോ 10 കിലോ അല്ല, 1 കിലോ 2 കിലോ എടുത്തിട്ട് തൂക്കിയിട്ട് എണ്ണും എത്ര പീസ് 1 കിലോയ്ക്ക് അത് വരുന്നു. അത് നോക്കിയിട്ടാണ് അവർ അതിൻ്റെ വിൽക്കുന്നതിൻ്റെ അതിൻ്റെ വളർച്ച, അതിൻ്റെ ഫുഡ്,
അതിൻ്റെ മോർട്ടാലിറ്റി മീൻസ് ചത്തുപോയിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഡിസീസ്, രോഗങ്ങൾ, ഇതെല്ലാം അവർക്ക് മനസ്സിലാകുന്നത് ഇതിലൂടെയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ചെമ്മീനിലാണ് അവർക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൻ്റെ ഡിസീസ് ഉണ്ടോ, ഫംഗസ് പിടിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും രോഗമുണ്ടോ, കളർ മാറിയിട്ടുണ്ടോ, ക്വാളിറ്റി ചേഞ്ച് ആയിട്ടുണ്ടോ. അപ്പോൾ അവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വെള്ളം ചെക്ക് ചെയ്യും, മറ്റു കാര്യങ്ങൾ ചെയ്ത് അതിനാവശ്യമായ മരുന്നുകൾ കൊടുക്കും. വളരെ മോശമാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അത് ആ കൗണ്ടിൽ, ഏത് കൗണ്ടിലാണ് ആ കൗണ്ടിൽ അവർ വിൽക്കും. പെട്ടെന്ന് തന്നെ കൂടുതൽ രോഗം പിടിച്ച് മോശമാവുന്നതിന് മുമ്പ് തന്നെ അവർ വിൽക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എടുക്കുന്ന കമ്പനികൾ വളരെ ചെക്ക് ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. ഡിസീസ് ഉണ്ടോ നമ്മളെല്ലാം ലാബ് ചെക്കുകളും ചെയ്യും. നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഓരോ കണ്ടെയ്നറിൽ കയറുന്ന മെറ്റീരിയലിൻ്റെയും ലാബ് ടെസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ബയ്യർ ഇത് നമ്മുടെ പർച്ചേസ് ചെയ്യത്തുള്ളൂ. ഇത് കച്ചാൻ എന്ന് പറയും. ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ചെമ്മീൻ ഇതിലോട്ട് തട്ടിയിടും. അവരത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്, രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വശമുള്ളതായിരിക്കും ആദ്യം അവർ ഒരു വശത്തേക്ക് അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വശത്തുള്ളതാണ് ആദ്യം എടുക്കുക, എന്നിട്ട് മറ്റേത് പിന്നെടുക്കും. ഈ വെള്ളത്തിൽ കിടക്കുന്നിടത്തോളം അതിന് ജീവനുണ്ടായിരിക്കും. ഈ കച്ചാനിലോട്ട് ഇവരെടുത്തിട്ട് ഈ കച്ചാനും ഈ കെട്ടി വെള്ളത്തിൽ വെക്കത്തേ ഉള്ളൂ. നമ്മൾ ഐസ് വണ്ടിയിലെല്ലാം ഇതിനെ സെറ്റ് ചെയ്ത് അതിന് ലോഡിങ്ങിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും ഇവരിത് കച്ചാനിലോട്ട് മാറ്റി കറ്റാൽ അതിലോട്ട് മാറ്റി നമ്മൾ കരയിലോട്ടൊക്കെ കൊണ്ടുവരത്തുണ്ട് സാധനം. ഈ ഫസ്റ്റ് വല പിടിച്ച് കഴിയുമ്പോൾ ഈ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ നോക്കും ഈ ടോട്ടൽ എത്ര ടൺ ഈ പോണ്ടി കാണുമെന്ന് പറയാൻ നോക്കും. ഒരു ചെള്ള വല മാറ്റി അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. ഇതിൽ ഈ ഒരൊറ്റ വലയിൽ വരുമ്പോൾ മെറ്റീരിയൽ അനുസരിച്ച് അറിയാം അടുത്ത വലയിൽ എത്ര കാണും. ടൈഗർ ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു പാതി കൂടുതൽ ഫസ്റ്റ് വലയിൽ തന്നെ കിട്ടും. പക്ഷെ വനാമി ആണെങ്കിൽ അങ്ങനെയല്ല. വനാമി ആണെങ്കിൽ 2-3 വല കഴിഞ്ഞാലേ അറിയാനൊക്കത്തുള്ളൂ. ഇവർ 7-8 വല വരെയൊക്കെ അടിക്കും ഇത് കണക്ക് പിടിക്കാനായിട്ട്. 7-8 വല വരെയൊക്കെ സാധനം അടിക്കും. വനാമി അടിക്കും മീൻസ് പിടിക്കും, വളഞ്ഞു പിടിക്കും. സാധനം എത്തിക്കഴിഞ്ഞു. ബാക്കി പാതി അപ്പുറത്തുണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർ. ഇവരിനി കറ്റാലിലോട്ട് കുറേശ്ശെ മാറ്റാൻ പോവുകയാണ്. എൻ്റെ കറ്റാലകത്ത് ഇനി അത് തട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കറ്റാലിലോട്ട് കയറുന്നു. ഇതാണ് ഈ കൾച്ചർ പിടിക്കുന്ന മെത്തേഡ്. ഷോണ അവർ വർഷങ്ങളായിട്ട് പിടിച്ച് പരിചയമുള്ളവരാണ്. അവർക്കറിയാം നെറ്റി കോരണോ എങ്ങനെയാണ് നല്ലതെന്ന്. നമ്മുടെ ഇവിടെ കൃഷ്ണവർണ്ണം പറയുന്നത് ഇത് ഒരു നെറ്റ് കൊണ്ട് കോരിയെടുക്കുന്നതല്ലേ സൗകര്യം. പക്ഷെ അവർ അങ്ങനെയല്ല, അവർ വേറൊരു മെത്തേഡിലാണ് ഇത് കറ്റാലിലോട്ട് മാറ്റുന്നത്. ഇതുണ്ട് ആ ഒഴുകി അങ്ങ്. കൃഷ്ണവർണ്ണം പറയുന്നത് തമിഴ്നാട്ടിൽ നെറ്റ് കൊണ്ട് ഒരു കോരു എന്ന് പറയുന്നത്. കൃഷ്ണകുമാറിനാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഏജന്റ് ഞങ്ങളുടെ കമ്പനീൻ്റെ. ലൂക്ക് എക്സ്പോർട്ട് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയാണ്. നമ്മൾ ലോഡിങ് ചെയ്ത വണ്ടി എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം മെറ്റീരിയൽ ഇങ്ങോട്ട് കൊണ്ടുവരും. നമ്മൾ കണ്ടില്ലേ ചെമ്മീൻ പിടിക്കുന്നത്, അതിങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അതിന് വേണ്ടി ഇവർ ഐസെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കി അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇനി വരുന്ന മെറ്റീരിയൽ എടുക്കുവാൻ വേണ്ടി ഇത് ഐസെല്ലാം എടുത്ത് പുറത്ത് മൊത്തമല്ല കുറേ ഐസ് എടുത്ത് പുറത്ത് വയ്ക്കും. ബാക്കി അവിടെ അകത്ത് തന്നെ അവർ 2 സൈഡിലേക്കാക്കി വെച്ചിട്ട് മുൻവശം മുതൽ മെറ്റീരിയൽ വന്നു തുടങ്ങി. അവർ അവിടുന്ന് ഇതാണ് കച്ചാലാക്കിയത് കൊണ്ടുവരുന്നു. കൊണ്ടുവന്നിട്ട് ഇത് കണക്കി നെറ്റിലോട്ട് തരാണ്. കെട്ടുമ്പോൾ അതിൻ്റെ ജോലിക്കാരെ നിർത്തുന്ന വേസ്റ്റോ കല്ലോ പൊടിയൊക്കെ ഉള്ളത് പുറത്ത് മാറ്റുകയാണ്.
స్లో ప్యాక్ చేసేటప్పుడు గుళ్ళ ఉంటే ప్యాకింగ్ ఎన్నో ప్రాబ్లం అవుతుందన్నా ഓരോ ഏരിയയിലും ഓരോ മാതിരിയാണ്. അപ്പോൾ ഇവർ കൊണ്ടുവന്ന് ഡയറക്റ്റായിട്ട് തട്ടുകയാണ്. നമ്മൾ സാധാരണ ചില ഏരിയയിൽ ഐസ് കില്ലിംഗ് എന്ന് പറയും. അതായത് വലിയ സ്ക്വയറിൽ കൊണ്ടുവന്ന് തട്ടിയിട്ടിട്ട് അത് ഡെത്ത് ആയതിനു ശേഷം മാത്രമേ വാരി ഇതിനൊക്കെ നെറ്റിലെടുക്കൂ. ഒരു വലിയ തമിഴ്നാട് ഏരിയയിൽ അങ്ങനെയാണ്, നാഗപട്ടണം ആ ഏരിയയിൽ അങ്ങനെയാണ്. ഈ നമ്മുടെ ചെന്നൈ ഏരിയയിൽ വേറൊരു രീതിയിലാണ്. ഈ കച്ചാൻ തന്നെ കൊണ്ടുവന്ന് അതേ കണക്ക് വെള്ളത്തിലിറക്കി വയ്ക്കും. നാഗപട്ടണത്ത് അങ്ങനല്ല, ഇത് കച്ചാൻ അഴിച്ച് അതിലോട്ട് തട്ടിയിട്ട് പിന്നെ കോരിയെടുക്കുക ചെയ്യും. അങ്ങനെ രണ്ട് രീതിയിലുണ്ട്. ഇത് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ലൈവായിട്ട് തന്നെ കൊണ്ടുവന്ന് നെറ്റി തട്ടിയിട്ട് തൂക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ബെനിഫിറ്റും ഉണ്ട്, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഓരോരുത്തരെടുക്കും. കൗണ്ട് എടുക്കാൻ വേണ്ടിയുള്ള ഇപ്പോൾ പാർട്ടിയും നമ്മൾ സെലക്ട് ചെയ്യും. പാർട്ടിയും ഒരു നെറ്റ് സെലക്ട് ചെയ്യും. വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വണങ്ങാനൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു. സൂര്യനെ വണങ്ങുന്നൊരു സംഭവം തോന്നുന്നു. അവരിങ്ങനെ ആ വിശ്വാസമുള്ളവരല്ലേ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യണം, അവർ ഒരെണ്ണം സെലക്ട് ചെയ്യും. പാതി തട്ടും, എന്നിട്ട് തൂക്കും, രണ്ടത് എണ്ണും. എത്ര കൗണ്ടാണ് എത്ര ഇനി അവരെടുക്കുകയാണ്. അവരൊന്നും തിരക്കുകയാണ്. കൗണ്ട് കൊടുത്ത് 24,650. എണ്ണിയിട്ട് 24 ഉണ്ടായ ടോട്ടൽ നമ്മൾ 25.05 അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിലോയ്ക്ക് എത്ര പീസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. തൂക്കം എടുക്കുകയാണ്. രണ്ട് നെറ്റ് വെച്ചാണ് തൂക്കുന്നത്. 2 നെറ്റ് വെച്ച് തൂക്കം എടുക്കും. 2 നെറ്റ് തൂക്കം നമ്മൾ എഴുതും, അവർ എഴുതും. 2 പാർട്ടിക്കും തൂക്കം എഴുതും. 56.7. നമ്മൾ ഈ 7 കഴിഞ്ഞ് വരുന്ന 80 ഗ്രാം 40 അങ്ങനെയൊക്കെ വരുന്നതൊക്കെ കൂട്ടത്തില്ല. 61.1 തൂക്കം എടുക്കുക. ഇത് നമ്മൾ കൗണ്ട് എടുത്ത് എണ്ണ തുടങ്ങിക്കഴിഞ്ഞു. കൗണ്ട് നമ്മൾ 25 സംതിങ് തൂക്കി വെച്ചില്ലേ, ആ തൂക്കി വെച്ചത് എണ്ണി നോക്കുകയാണ് എത്ര പീസ് ഉണ്ട്. അതേ സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഐസിങ് നടക്കുകയാണ്. തണ്ണി ഊത്ത് വെള്ളം ഒഴിച്ച് 2 വെള്ളം ഒഴിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി വെള്ളത്തിൽ ഓടി നിൽക്കുമ്പോൾ വെള്ളത്തിലായിട്ട് കിടക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഇതിൻ്റെ മേളുള്ള ഐസ് അവിടെ ആ മുകളിൽ വണ്ടിയിൽ കയറ്റിയിട്ട് വണ്ടിയിൽ വെച്ച് ടോപ്പ് ഐസ്
പിന്നെ ഒരു സെക്ഷൻ തൂക്കി കഴിഞ്ഞ് നമ്മൾ ഇതിപ്പോൾ രണ്ടാമത്തെ സെക്ഷനാണ്. ആദ്യത്തെ സെക്ഷൻ വന്നത് രണ്ടാമത്തെ സെക്ഷനാണ്. ഇതിൽ നമ്മൾ സാധാരണ കൗണ്ട് എടുക്കുന്നത് ആദ്യത്തെ തൂക്കം വരുന്ന ഇതിൽ നമ്മൾ കൗണ്ട് എടുക്കാറുണ്ട്. രണ്ടാമത് വരുന്നതാണ് കൗണ്ട്. अच्छा साइज डालो बेटा, अच्छा से डालो, एक्स्ट्रा डालो, है ना, अच्छा से साइज. గుళ్ళలో ఒక సైడ్ పోయండి, గుళ్ళ ఒక సైడ్ వేయండి. കൗണ്ടർ എടുക്കുന്നതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. తాత ఏకి ముందు అంటున్నాడు. బరాబర్ తీసుకుంటానే అనేసాడు. మళ్ళీ పడ్డాక ఇంకో మాట అన్నాడు అనుకో. എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 100 ആവുമ്പോൾ ഒരു പഞ്ചെടുത്ത് മാറ്റി എവിടെ ഒരെണ്ണം മാറ്റിയിട്ടിരിക്കുന്നുണ്ടോ, മാറ്റിയിട്ടിരിക്കുന്നത് 100 ആയെന്നുള്ള ഒരു 100 കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ 100ആണ്. ഒരെണ്ണത്ത് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തത് അതിൻ്റെ അർത്ഥം അതിന് 2 കൈ 2 100 2 വെച്ച് 2 100 അതുപോലെയാണ്. നമ്മുടെ പോണ്ട് പിടിച്ചു കഴിഞ്ഞു. അവിടെ എല്ലാം കംപ്ലീറ്റ് പിടിച്ചു കഴിഞ്ഞു. ഇത് അവസാനം വല ക്ലിയർ ചെയ്യുകയാണ്. നമ്മുടെ പോണ്ട് എല്ലാം കാലിയായി, വെള്ളം കാലിയായി. ഫൈനലായിട്ടുള്ള മെറ്റീരിയൽ വന്നു. അപ്പോൾ അത് എല്ലാ അഴുക്കും പൊടിയൊക്കെ ആയിട്ട് ഈ കളമ്പുറയ്ക്ക് വരുന്നില്ലേ, അതുകൊണ്ട് ഒരു ക്ലീൻ ചെയ്യുകയാണത്. ലാസ്റ്റാണ് നിർത്തി വന്നു. നമ്മുടെ ഫോൺ പർച്ചേസ് കഴിഞ്ഞു. ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് പുറക്കി എടുക്കുന്നു. अच्छा से वाश करने का എല്ലാം വാഷിയാണ്. അഴുക്ക് ചെളിയുള്ളതുകൊണ്ട് നമ്മുടെ ഈ ലാസ്റ്റ് വന്നതുകൊണ്ട് ചെളി അവിടെ നിന്ന് ചെളിക്കകത്തുനിന്ന് പുറകെ കൊണ്ടുവന്നല്ലേ, അതുകൊണ്ട് എല്ലാ മെറ്റീരിയലും ചെളിയുണ്ട് നമ്മുടെ ചെമ്മീനില്ലേ. അപ്പോൾ അത് നല്ലപോലെ വാഷ് ചെയ്ത് ഐസ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ബാക്കി ഇരിക്കുന്നത് കഴിയില്ലെന്ന് തോന്നേ. ലോഡിങ് ഒരു അട്ടിയും ഇടാനുള്ള സ്പേസേ ഉള്ളൂ. തീർന്നു. അപ്പോൾ താഴെ അട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് കാലി ബോക്സ് കിട്ടും. ഇങ്ങനെയാണ് ലാസ്റ്റ് എങ്ങനെയാണ് കയറേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാം. ഇത്രയും നെറ്റും കൂടെയാണോ ഉള്ളത്. എല്ലാം കൂടെ ഒരു 5-6 നെറ്റ് വരും. അങ്ങനെ നമ്മുടെ പർച്ചേസ് പിന്നെ കംപ്ലീറ്റ് ആയി. വെള്ളം ഒഴിക്കുകയാണ്. നല്ലപോലെ വെള്ളം ഒഴിക്കും. ഐസ് കയറ്റിയിട്ട് അവിടെ മുകളിൽ വെച്ച് ഐസ് ചെയ്യും. മുകളിലോട്ടുള്ള ഐസ്
இது ஓட்ட பாக்ஸ்ண்ணா இது രാത്രിയായപ്പോൾ കോഴികളെല്ലാം സേഫായിട്ട് വീട്ടിൻ്റെ മുകളിൽ കയറി. കോഴികളെല്ലാം വീട്ടിൽ കംപ്ലീറ്റ് ആയി. ലോഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. ബോക്സ് പൂര ലോഡിംഗ് കിട്ടും. കാലി ബോക്സ് ആ ഫിനിഷിങ് കാലി ബോക്സ് എല്ലാം കയറ്റിയാണ്. എല്ലാം വർക്കും കഴിഞ്ഞ് ബാക്കിയുള്ള കാലി ബോക്സ് എല്ലാം പുറത്തു. പ്രതീക്ഷ വണ്ടി ക്ലോസ് ചെയ്തു. നമ്മുടെ അല്ലത് അത്രേ ഉള്ളൂ. അവളെത്താം. ആ രതീഷേ ലോക്ക് ചെയ്തു. വണ്ടി ക്ലോസ് ചെയ്തു. ലോഡ് കയറ്റി. വണ്ടി ലോഡിങ് ക്ലോസ്. ലോഡ് ഫിനിഷ്. ഞങ്ങളുടെ ഡ്രൈവറാണ് രതീഷ്. വണ്ടി ക്ലോസ് ചെയ്യുന്നു. ഫൈനലായിട്ടുള്ള എല്ലാം നോക്കി ക്ലോസ് ചെയ്തു.